പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയെ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മെ തന്നെ താഴ്ത്തി കൊടുത്താൽ, നമ്മുടെ പ്രാർത്ഥന നിശ്ചയമായി ദൈവം കേട്ടിരിക്കും. ദൈവം നമ്മെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെടുത്ത് ചെന്നാൽ ദൈവം നമ്മെ ഉയർത്തും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 14-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ഉപമയാൽ തൻ്റെ ശിഷ്യഗണങ്ങളോട് പറയുന്ന പ്രാർത്ഥനയുടെ രീതിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വേദഭാഗത്തിൽ കാണുന്നത്. രണ്ടുപേരുടെ പ്രാർത്ഥനയാണ് അവിടെ എടുത്ത് നമ്മെ മാതൃകയാക്കുവാൻ, കാണിക്കുവാൻ യേശു കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരുവൻ പരീശനും മറ്റവൻ ചുങ്കക്കാരനുമായ വ്യക്തി രണ്ടുപേരും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോകുന്നു. രണ്ടുപേരും തന്നിലേക്ക് തന്നെയാണ് നോക്കുന്നത്. രണ്ടുപേരുടെയും നോട്ടം തന്നിലേക്ക് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ആദ്യത്തെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. പരീശന്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. 11-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്ന് പ്രാർത്ഥിച്ചു. ചുങ്കക്കാരന്റെ പരീശന്റെ പ്രാർത്ഥനയിൽ ദൈവത്തോട് കൊടുക്കുന്ന സജഷൻ: നീ എനിക്ക് മറുപടി തന്നേ പറ്റൂ, ഞാൻ എന്താണ്, ഞാൻ നീതിമാനാണ്, ഈ നിൽക്കുന്നവനെ പോലെ അല്ല എന്ന് ദൈവത്തെ കൺവീൻസ് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ, ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന എപ്രകാരമാണ് നാം അർപ്പിക്കുന്നത്? നാം ദൈവത്തെ കൺവീൻസ് ചെയ്യുന്നത് പോലെ, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ വളരെ നീതിമാനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ആലയത്തിൽ പോകുന്നവനാണ്, എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ എന്നെ നോക്ക്, ഞാൻ എപ്പോഴും വെള്ളയിടുന്ന വ്യക്തിയാണ്, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര മാന്യനാണ് എന്ന് വരച്ച് കാണിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവസന്നിധിയിൽ ചെല്ലാറുള്ളത്. നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നിരന്തരം നാം വളരെ വേദനയോടെ പറയാറുണ്ട്. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? നമ്മുടെ മനോഭാവങ്ങളെ ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ മനോഭാവത്തിനൊരു മാറ്റം വരാൻ തയ്യാറാണെങ്കിൽ, നിശ്ചയമായി പ്രിയമുള്ളവരെ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുവാനിടയായിത്തീരും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൻ തന്നിലേക്ക് നോക്കുകയാണ്. ഞാനൊരു മാന്യനാണെന്നും തന്നെ തന്നെ ഉയർത്തി കാണിക്കുകയാണ്. ദൈവത്തിന്റെ മുൻപിൽ പരീശൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെ തന്നെ ഉയർത്തുകയാണ്. രണ്ടാമത്തെ പ്രാർത്ഥനയും അവൻ തന്നിലേക്ക് തന്നെയാണ്. രണ്ടുപേരും തന്നിലേക്ക് തന്നെ, തങ്ങളിലേക്ക് തന്നെ നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥനയും ഇങ്ങനെ തന്നെ വായിക്കുന്നത്: ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തന്റെ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയിൽ, എനിക്കൊരു യോഗ്യതയുമില്ല, എന്നെ യോഗ്യനാക്കിയത് നാഥനാണ് എന്ന് മനസ്സിലാക്കി എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വെളിപ്പെടുന്നു. പ്രിയരെ, നാം ഭാവികളല്ല. നമ്മെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത്
പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ യേശു കർത്താവ് ഇടയായി തീർന്നു. നാം പാപിയല്ല, പാപമാകുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നാം പാപികളല്ല. എന്നാൽ നമ്മളിൽ തെറ്റുകുറ്റങ്ങൾ, കുറവശങ്ങൾ, പാപചിന്തകളൊക്കെ ഉടലെടുത്തു വരാറുണ്ട്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ചേഞ്ച്, നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ ദൈവസന്നിധിയിൽ നമ്മുടെ മനോഭാവങ്ങളെ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ മനോഭാവങ്ങളെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്തിനാ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ദൂതുകൾ, ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് കൈമാറുന്നത്? നിശ്ചയമായി പ്രാർത്ഥിക്കുന്നവനെ കൈവിടാതെ, അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാതെ, ദൈവത്തിന്റെ കരുതലിന്റെ കരമയച്ച്, വിടുതലിന്റെ കരമയച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്നിന്ന പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും നിരന്തരം അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ മനോഭാവങ്ങൾക്കൊരു മാറ്റവും ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവെ ഈ സമയത്ത് എൻ്റെ സഹോദരങ്ങളോട് ഇടപെടുന്നു, എന്നോട് ഇടപെടുന്നു. അവൻ നമ്മുടെ മനോഭാവത്തിന് മാറ്റത്തോടെ, നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ ദൈവപ്രവൃത്തി നാം കാണുവാനിടയായി തീരും. പരീക്ഷന്റെ പ്രാർത്ഥന തന്നിലേക്ക് നോക്കുന്നു. ഞാൻ പള്ളിയിൽ പോകുന്നവനാ, ഞാൻ ദുഷ്ടനല്ല, ഞാൻ കൊലപാതകയല്ല, ഞാൻ വ്യഭിചാരകനല്ല, ഞാൻ പതാരം കൊടുക്കുന്നവനാണ്, ഞാൻ ഉപവസിക്കുന്നവനാണ്, എന്തൊക്കെയോ ദൈവസന്നിധിയിൽ ഉയർത്തി കാണിക്കും. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇത്ര വർഷത്തെ പാരമ്പര്യം എനിക്ക് പറയാനുണ്ട്, ഞാൻ ഉപവസിച്ചു, ഇത്രയും നാള് ഞാൻ ഉപവസിച്ചു എന്ന് പറയാനുണ്ട് എന്നൊക്കെ എന്തൊക്കെയോ ഉയർത്തി കാണിക്കുമ്പോൾ അതേ ദൂരത്ത് നിന്ന് ഒരു മനുഷ്യൻ സ്വർഗത്തോട്ട് പോലും നോക്കുവാൻ തുനിയാതെ ഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, അടുത്ത വാക്യത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നത്, 4 വാക്യം, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഇന്ന് ഈ സന്ദേശം കേട്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനാ റൂമിൽ നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ, അപ്പാ എന്നോടൊന്ന് കരുണ തോന്നണമേ, എന്നോടൊന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? എൻ്റെ വിഷയത്തിനകത്ത് അപ്പാ അങ്ങൊന്ന് ഇടപെടണമേ, എൻ്റെ കഴിവുകൾക്ക് പരിധിയുണ്ട്, എൻ്റെ കഴിവുകൾക്ക് പരിമിതിയുണ്ടെന്ന് പറയാൻ, താഴ്ത്തി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നീതീകരിക്കപ്പെട്ടവനായി ചില മറുപടികൾ, നാളിതുവരെ കാണാത്ത ചില മറുപടികൾ താങ്കൾ കാണും. ദൈവസന്നിധിയിലേക്കൊന്ന് താഴാൻ തയ്യാറാകുക. ദൈവസന്നിധിയിലൊന്ന് ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. വലിയ നീതീകരണം ദൈവത്തിൽ നിന്ന് വെളിപ്പെടും. അടുത്ത പദവേശു ഇങ്ങനെ പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതേ പ്രിയമുള്ളവരെ, പരീക്ഷന്റെ പ്രാർത്ഥന ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളതാണ്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന അങ്ങൊന്ന് മനസ്സലിയണം, കർത്താവ് കരുണ തോന്നണമെന്ന്. നമുക്കും അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. നമ്മുടെ മനോഭാവങ്ങളൊന്ന് മാറ്റി, നമ്മുടെ ചിന്താഗതികളൊന്ന് മാറ്റി, അപ്പാ എന്നോടൊന്ന് കരുണ തോന്നണമേ, എന്നോടൊന്ന് മനസ്സലിയണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങുന്നതുപോലെ, നീതി വെളിപ്പെടുത്തുന്നത് പോലെയുള്ള ചില ദൈവപ്രവൃത്തികൾ നാം കാണും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ഈ സന്ദേശങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവവചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ദൈവസ്ഥാനത്തിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു.